ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന അടിപൊളി പോസ്റ്റായിട്ടുള്ള PSC പരീക്ഷകൾക്കുള്ള മലയാളം എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, മാർച്ചിൽ ഡിഗ്രി പ്രിലിംസ് എക്സാം വരുവാണ് അല്ലേ. ഡിഗ്രി കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികളും കാത്തിരിക്കുന്ന പരീക്ഷകളാണ് ഈ വരുന്ന ഡിഗ്രി പ്രിലിംസ്. അപ്പൊ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് നടക്കുന്നത്? SBCID, സബ് ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പൊ ഇതിനൊക്കെയുള്ള പ്രിലിംസ് എക്സാം നടക്കുന്നത് എപ്പോഴാണ്? മാർച്ചിലാണ്. അപ്പൊ നമുക്ക് മാർച്ച് എന്ന് പറയുമ്പോൾ അധിക സമയമില്ല അല്ലെ. എല്ലാരും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡ് അസിസ്റ്റന്റും. അപ്പൊ ഇതിന് എങ്ങനെ പഠിക്കാം, മറ്റു PSCകളിൽ നിന്നും മലയാളം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലെ. എല്ലാ PSC പരീക്ഷയ്ക്കും 10 മാർക്കിന്റെ മലയാളം, ടൈപ്പിസ്റ്റ് ഒഴിച്ച് ബാക്കി ഏകദേശം മലയാളത്തിന് വരുന്നത് 10 മാർക്കാണ്. ടൈപ്പിസ്റ്റിനാണെങ്കിൽ 20 മാർക്ക് വരും. അപ്പൊ ഈ മലയാളത്തിൽ നമ്മൾ കാണുന്ന എന്താ? പദശുദ്ധി, ഒറ്റപദം, വിപരീതം, പര്യായം, നാനാർത്ഥങ്ങള് അല്ലെ, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഇങ്ങനെ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. എന്നാൽ ഡിഗ്രി ലെവലിലേക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ആഴത്തിൽ വിഷയത്തെ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം നോക്കാം നമുക്ക്. ഇതിലെ മലയാളത്തെ വ്യാകരണമായിട്ടും പദസമ്പത്തായിട്ടും നിങ്ങൾ തിരിച്ചു വെക്കാം. എന്താ ഈ വ്യാകരണം? അതായത് നമ്മൾ ഓൾറെഡി പിരിച്ചെഴുത്ത് പഠിക്കുന്നുണ്ട് അല്ലെ. ഈ പിരിച്ചെഴുത്ത് പഠിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വ്യാകരണം കൂടി പഠിക്കേണ്ടി വരുന്നുണ്ട്. ഏതാ അത്? സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് അവിടെ പഠിക്കണം. അതുപോലെ നമ്മൾ ചേർത്തെഴുതുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് പഠിക്കുന്നുണ്ട്? സമാസം എന്ന് പറയുന്ന ഒരു വ്യാകരണം പഠിക്കുന്നുണ്ട്. ഈ സമാസം പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? വിഭക്തി എന്ന് പറയുന്ന ഒരു ടോപ്പിക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ വ്യാകരണം എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഡിഗ്രി ലെവലിൽ ചോദ്യങ്ങൾ വരുന്നത്. ഈ പദസമ്പത്ത് എന്ന് പറഞ്ഞാലോ ബാക്കി എല്ലാ PSC പരീക്ഷയ്ക്കും ഉള്ളതുപോലെ തന്നെ ഒറ്റപദം, പര്യായം, നാനാർത്ഥം, പദശുദ്ധി, വിപരീതം, ഇതൊക്കെ വരുന്നതാണെങ്കിൽ പദസമ്പത്ത്. അപ്പൊ ഈ രണ്ടിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമ്മൾ കണ്ട് പഠിച്ചു തുടങ്ങണം. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഡിഗ്രി പ്രിലിംസിന് ഈ വ്യാകരണത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, സന്ധിയും സമാസവുമായി ബന്ധപ്പെട്ടും പിരിച്ചെഴുത്തിനെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ ചോദ്യം വന്നു? ചെന്താമര എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക. ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, എന്ത്? പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക. ഈ പിരിച്ചെഴുത്ത് എന്ന് പറയുന്നത് എവിടെയുണ്ട്? നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സന്ധി എന്ന് പറയുന്ന ടോപ്പിക്കോ സമാസം എന്ന് പറയുന്ന ടോപ്പിക്കോ എടുത്ത് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പഠിക്കാം? ചെന്താമര എന്ന പദം പിരിച്ചെഴുതുക. എങ്ങനെ നമ്മൾ ചെന്താമര പിരിക്കും? എങ്ങനെ നമ്മൾ പിരിക്കും? നമുക്കറിയാം, ചെന്താമര എന്ന് പറയുമ്പോ നമുക്കതിനെ ചെമ്മധികം താമര എന്ന് വിരിക്കാം അല്ലെ. ചെന്താമരയെ നമുക്ക് എന്ത് വിരിക്കാം? ചെമ്മധികം താമരയാണ് ചെന്താമരയായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോ ഇതിലെ സന്ധി ഏതാണ് എന്ന് നിർണയിക്കണമെങ്കിൽ നമ്മൾ എന്ത് പഠിക്കണം? എന്താണ് സന്ധി എന്ന് പഠിച്ചിരിക്കണം. എന്താ ശരിക്കും സന്ധി? സന്ധി എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? കൈമുട്ടുകൾ തമ്മിൽ സന്ധിച്ചു അല്ലെ. എന്താ? ചേർച്ച എന്നാണ് അർത്ഥം. എന്നാൽ വ്യാകരണപരമായിട്ട് പറയുന്ന സമയത്ത് രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി അല്ലെ. എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാറ്റമാണ് സന്ധി. പുതിയൊരു വ്യാകരണം കൂടി അവിടെ നമുക്ക് പഠിക്കേണ്ടി വന്നു. എന്ത്? വർണ്ണം എന്താണ്? കണ്ടോ, നമ്മുടെ വ്യാകരണം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്ത ഒരു ടോപ്പിക് കൂടി നമ്മൾ ഇവിടെ പഠിക്കേണ്ടി വന്നു. വർണ്ണം എന്താണ്? എന്താണ് വർണ്ണം? ഭാഷയുടെ അടിസ്ഥാന ഘടകമാണ് വർണ്ണം. പിരിക്കാൻ കഴിയാത്ത ശബ്ദമാണ് വർണ്ണം. സ്വരാക്ഷരങ്ങള്, ചന്ദ്രക്കലയിട്ട വ്യഞ്ജനങ്ങള്, അനുസാരം എന്ന് പറഞ്ഞാൽ എന്താ? ചിഹ്നം അല്ലെ. അനുസാരം. അതുപോലെ വിസർഗം എന്ന് പറഞ്ഞാൽ ഈ ചിഹ്നം വിസർഗം. പിന്നെ നമ്മുടെ ചില്ലക്ഷരങ്ങള്. ഇതാണ് വർണ്ണം. ഈ വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ. ഈ മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സന്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിരിച്ചെഴുതി സന്ധി കണ്ടുപിടിക്കാം. അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടി എളുപ്പത്തിലും കൂടി കണ്ടുപിടിക്കാം. ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. എങ്കിലും ഇപ്പൊ നമുക്കൊരു എളുപ്പത്തില് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതേത് സന്ധിയാണ്. അപ്പൊ ഈ സന്ധി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഒന്ന് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ പിരിച്ചെഴുതിയില്ലേ? ഇവിടെ പ്ലസിന് മുമ്പ്
പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ അനുസാരമോ വിസർഗമോ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അതെപ്പോഴും എന്തായിരിക്കും? ആദേശസന്ധി ആയിരിക്കും. അപ്പോൾ ഒരെളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നു, എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ പറയുന്ന ആദേശസന്ധിയാണ് അല്ലെ. PSC പരീക്ഷ എഴുതിയിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വാക്കാണ് വിണ്ഡലം. വിൺ പ്ലസ് തലം, വിണ്ഡലം എന്ന് പറയുന്ന ഒരു ചോദ്യവും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പരീക്ഷയ്ക്ക് കാണാറുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ നിയമം നോക്കാം. പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ അനുസാരമോ വിസർഗമോ ചില്ലക്ഷരമോ വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അതെന്തായിരിക്കും? ആദേശസന്ധി ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതുപോലെ ആഗമസന്ധിയിലും നമുക്ക് എന്ത് ചെയ്യാം? പ്ലസിന് ശേഷം സ്വരവും ചേർത്തെഴുത്തിൽ യാ വാ വന്നാല് ആഗമമാണ്. ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ ദ്വിത്വമാണ്. ഇരട്ടിക്കാത്ത സന്ദർഭമുണ്ട്. ലോപസന്ധി ആണെങ്കിലോ ഒന്ന് കുറയുന്നതാണ്. അത് നമുക്ക് എണ്ണി നോക്കി കണ്ടുപിടിക്കാം. അപ്പൊ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരിക്കാം? ചെന്താമര എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണയിക്കുക. ചോദ്യത്തിലെ നമ്മുടെ സിലബസിൽ തന്നെ പിരിച്ചെഴുത്ത് വന്നു. അതിന്റെ കൂടെ തന്നെ സന്ധി എന്ന വ്യാകരണവും വന്നു. സന്ധി പഠിച്ചപ്പോൾ നമ്മൾ വർണ്ണം എന്ന് പറയുന്ന മറ്റൊരു വ്യാകരണത്തെ കൂടി നമ്മൾ എന്ത് ചെയ്തു? പഠിക്കേണ്ടി വന്നു. അപ്പൊ ഒരു ചോദ്യത്തിൽ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിലാണ് 3 വ്യാകരണങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ ഡിഗ്രിയുടെ ചോദ്യ പേപ്പറിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഒരു സംശയമില്ലാതെ പറയാം, ആദേശസന്ധിയാണ് അല്ലെ. ചെമ്മധികം താമര, പ്ലസിന് മലയാളത്തില് അധികം എന്നാ പറയാ. അപ്പൊ ചെം പ്ലസ് താമര അല്ലെങ്കിൽ ചെമ്മധികം താമര, ചെന്താമര, ആദേശസന്ധി. ഓക്കെ അല്ലേ? ഇനി നമ്മളിവിടെ അടുത്തൊരു ടോപ്പിക് കൂടി ഇട്ടിട്ടുണ്ട് അല്ലെ. നമ്മളൊരു ജ്യേഷ്ഠൻ അനുജൻ ബന്ധു ഇല്ലേ, അതുപോലെയാണ് ആര്? ഈ സന്ധി സമാസം. കാരണം സന്ധിയും സമാസം ഒന്നിച്ചാണ് പറഞ്ഞു പോവാ, ഒന്നിച്ചാണ് നമ്മൾ ക്ലാസ്സും എടുക്കുന്നത്. സന്ധി എന്ന് പറഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുള്ള മാറ്റമാണെങ്കിൽ സമാസം എന്താണെന്നറിയോ? വിഭക്തി പ്രത്യയങ്ങൾ ചേർക്കാതെ 2 പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പഠിച്ചോ? സമാസം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട വ്യാകരണം ഏതാ? വിഭക്തി. വിഭക്തി എത്ര ഉണ്ട്? 7 തരത്തിലുള്ള വിഭക്തികൾ നമ്മൾ പഠിച്ചു പോണം. അതുപോലെ ഇവിടെ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ചേർത്തെഴുത്ത് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി പഠിച്ചു പോണം. അപ്പോൾ ഒരു ചോദ്യത്തില് 3 കാര്യങ്ങൾ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഗൗരവമായിട്ട് വ്യാകരണത്തെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ സമാസം എന്ന് പറഞ്ഞാൽ വിഭക്തി പ്രത്യയം ചേർക്കാതെ 2 പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സമാസം അല്ലെ. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ ആനവാൻ എന്ന് പറയുന്നത്, ആനവാൻ എന്ന് പറയുന്നതിനെ നമ്മൾ വിഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും? വിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുക അല്ലെ. അങ്ങനെ നമ്മൾ ആനവാൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ആനയുടെ വാലായിട്ട് പറയും. തലവേദന, തലയിലെ വേദന എന്ന് പറയും. രാജപുത്രി അല്ലെങ്കിൽ രാജപുത്രൻ, രാജാവിന്റെ പുത്രൻ എന്ന് പറയും അല്ലെ. ഇതിനിടയിലുള്ള ഇന്റെ, ഉടെ, ഇല്ല്, കല്ല്, ആല്, കീന് ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാ? വിഭക്തി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കി 2 പദങ്ങളെ തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ച ആനയുടെ വാലല്ല, ആനവാലാണ്. തലയിലെ വേദനയല്ല, തലവേദനയാണ്. രാജാവിന്റെ പുത്രനല്ല, രാജപുത്രനാണ്. ഇങ്ങനെ ചേർത്ത് വെക്കുന്നതാണ് സമാസം. പക്ഷേ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന പദങ്ങൾക്കനുസരിച്ച് തൽപുരുഷ സമാസമുണ്ട്, ദ്വന്ദ്വ സമാസമുണ്ട്, കർമ്മധാരയൻ, ബഹുവ്രീഹി, ഔവൈഭാവൻ, ദ്വിഗു സമാസം. ഇത് കൂടാതെ മധ്യമപദ ലോപി സമാസം, നിത്യസമാസം, കുറച്ച് സമാസം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രൂപക സമാസം, അതുപോലെ ഉപമിത സമാസം. അപ്പൊ ഇതൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ? ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ മലയാളത്തിൽ ഉറപ്പായിട്ടും സിലബസിൽ ഇല്ല എന്ന് കരുതി നിങ്ങൾ അതിനെ ഒഴിവാക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ സിലബസിലെ 2 ടോപ്പിക്കും അത് എങ്ങനെയാണ് മറ്റ് ഒരു വ്യാകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, എപ്പോഴും കാണുന്ന പരീക്ഷ പേപ്പറിൽ ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് വാക്യശുദ്ധി. എന്താ? താഴെ തന്നിരിക്കുന്നവയിലെ ശരിയായ വാക്യം ഏത് അല്ലെങ്കിൽ തെറ്റായ വാക്യം ഏത്? നോക്കാം നമുക്ക്.
താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീടുണ്ട്, തിരികെ മടങ്ങി വന്നു, നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്, അവിടെ ഏകദേശം 1000 സ്ത്രീകളുണ്ട്. ഇതിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ വാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശരിയായ വാക്യം പലപ്പോഴും നമ്മൾ PSC എഴുതാൻ പോകുന്ന സമയത്ത് മലയാളത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല, മലയാളമൊക്കെ നമുക്ക് അറിയുന്നതല്ലേ എന്ന് തോന്നാറുണ്ട്. ഈ വാക്യശുദ്ധിയൊക്കെ സിമ്പിൾ ആണ് എന്ന് കരുതിയാലും നമ്മുടെ ഒരു മാർക്ക് നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. കാരണം എന്താണ് ഈ വാക്യത്തിലെ തെറ്റ് വരുന്നത്, എന്തൊക്കെ തെറ്റുകൾ കടന്നു വരാം, ഇത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇവിടെ നോക്കാം നമുക്ക്. അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീടുണ്ട്. അദ്ദേഹത്തിന് ഒരു വീടുണ്ട് അല്ലെ? അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീടുണ്ട്, ശരിയാണോ? നമുക്കത് വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? അദ്ദേഹത്തിന് സ്വന്തമായി എന്നൊന്നും വേണ്ട, അദ്ദേഹത്തിന് ഒരു വീടുണ്ട്, അത്ര മതി. ഇനി തിരികെ മടങ്ങി വന്നു. മടങ്ങി വരിക എന്ന് പറഞ്ഞ എന്താ? തിരികെ വരിക എന്നാണ്. അപ്പൊ ഇവിടെയും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് ഈ വാക്യം തെറ്റാണ്. പിന്നെയോ, നാട്ടിൽ എല്ലായിടത്തും സർവത്ര അഴിമതിയാണ്. സർവത്ര എല്ലായിടത്തും എന്ത് വന്നു? റിപ്പീറ്റ് ആണ്, ഒറ്റ ഒന്ന് മതി. ഒന്നെങ്കിൽ എല്ലായിടത്തും അല്ലെങ്കിൽ സർവത്ര മതി. അപ്പൊ പിന്നെ നമ്മുടെ ആൻസർ എന്ത് തന്നെയാണ്? അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു അല്ലെ? അപ്പോ ഇങ്ങനെ വരുന്ന തെറ്റുകളാണ് കൂടുതൽ എവിടെ കാണുന്നത്? വാക്യശുദ്ധിയിൽ കാണുന്നത്. അപ്പൊ എന്താ ഈ വാക്യത്തിൽ വരുന്ന തെറ്റെന്ന് അറിയണ്ടേ? എന്തൊക്കെ തെറ്റുകൾ വാക്യത്തിൽ കടന്നു വരുന്ന അറിയണ്ടേ? നോക്കാം നമുക്ക്. അതിലെടുത്ത് പറയേണ്ടതാണ് ഒന്നാമത്തത് പദക്രമഭംഗം. പദക്രമഭംഗം നമ്മൾ പല ക്ലാസ്സുകളിലും പല വീഡിയോകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. പദക്രമഭംഗം എന്താ? ഒരു വാക്യത്തില് പദങ്ങൾക്ക് കൃത്യമായ സ്ഥാനമുണ്ട്. ഇത് തെറ്റുന്നത് മൂലമുണ്ടാകുന്ന ദോഷം. കർത്താവ്, കർമ്മം, ക്രിയ കൃത്യമായി ചേരണം. 2, നമ്മളിപ്പോ പരിചയപ്പെട്ട ദോഷം പൗനരുക്ത്യം അഥവാ പുനരുക്തി. പൗനരുക്ത്യം അഥവാ പുനരുക്തി എന്ന് പറഞ്ഞ എന്താ? ഒരേ അർത്ഥം തരുന്ന, ഒരേ ആശയം തരുന്ന പദങ്ങള് വീണ്ടും വീണ്ടും ആവർത്തിച്ച വാക്യത്തിൽ വരുന്നത് മൂലമുണ്ടാകുന്ന ദോഷം. ഇതാണ് നമ്മുടെ PSC പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുള്ളത്. ഇത് കൂടാതെ സമുച്ചയ ദോഷമുണ്ട്, അതുപോലെ തന്നെ പദദോഷം. പദദോഷം എന്ന് പറയുന്നത് ഈ പദശുദ്ധിയാണ് കേട്ടോ. പദദോഷം എന്ന് പറയുന്നത് ഈ പദശുദ്ധി, തെറ്റായ പദങ്ങൾ ഉപയോഗിക്കുക, ഇല്ലാത്ത പദങ്ങൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു വാക്കാണ് പരീക്ഷയ്ക്ക് കാണുന്ന ഹാർദം എന്ന് പറയുന്ന ഒരു പദം അല്ലെ? ഹാർദം ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഒരു ദാ കൊടുത്താൽ മതി. അപ്പോൾ ഹാർദം എന്ന് പറയുന്ന പദത്തെ പലപ്പോഴും നമ്മൾ തെറ്റിച്ചുച്ചരിക്കാറുണ്ട്. എങ്ങനെ? ഹാർദവം. ഞാൻ ഇന്നയാളെ ഹാർദവമായി സ്വാഗതം ചെയ്തു. അങ്ങനെ ഒരു പദം എവിടെ ഇല്ല? മലയാളത്തിലില്ല. അപ്പൊ ഹാർദം ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നുള്ള അർത്ഥം. അപ്പൊ ഈ പദദോഷവും വാക്യശുദ്ധിയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ടൊക്കെ ആണെങ്കിൽ PSC ചോദിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക എന്നാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷകൾ നോക്കിക്കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ടോ 1, 2, 3, 4, 3, 2 ഇങ്ങനെ നമുക്ക് കുറെ ഒന്നിലധികം ഉത്തരങ്ങൾ വരുന്നതും നമ്മളെ കുറച്ച് കുഴപ്പിക്കുന്നതുമായ ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് അല്ലെ? ശൈലികൾ. അതാർക്കും ഒന്നും പഠിക്കാനില്ല, നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ചിന്തിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റുന്ന ഒന്നാണ് ശൈലികൾ എന്ന് പറയുന്നത്. ശൈലികള്, കടങ്കഥകള്, അതുപോലെ പരിഭാഷ, ഇതൊക്കെ ഒരു കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നതാ. എന്തുകൊണ്ടാ? ശൈലികളും പഴഞ്ചൊല്ലിന്റെ ഒക്കെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പഴയ ആളുകള് അല്ലെ, നമ്മുടെ പൂർവികര് അവരുടെ ജീവിത അനുഭവത്തെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവരുടെ ജീവിത അനുഭവങ്ങള് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ശൈലികളിലൂടെയാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം നോക്കിയേ. അക്കിടി പറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? നാട്ടിൻപുറങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണയായിട്ടുള്ള ഒരു പദം അക്കിടി പറ്റുക. എന്താ? സന്തോഷം ലഭിക്കുക, അതുപോലെ അബദ്ധം പറ്റുക, ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുക, ഒരുപാട് ലാഭം ഉണ്ടാക്കുക. അപ്പൊ എനിക്കൊരു അക്കടി പറ്റി എന്ന് പറഞ്ഞ എന്താ? അബദ്ധം പറ്റുക അല്ലെ? അബദ്ധം പറ്റുക അല്ലെങ്കിൽ അമളി പറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒന്നാണ് ആലത്തൂർ കാക്ക എന്ന് പറയുന്ന ഒരു ശൈലി ചോദിക്കാറുണ്ട്. ആലത്തൂർ കാക്ക എന്താ? ആലത്തൂർ കാക്ക
ആശിച്ച കാലം കഴിക്കുന്നവർ എന്നുള്ള അർത്ഥത്തില് പ്രയോഗിക്കാറുണ്ട്. ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാലോ ദീപത്തിൽ കുളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ധൂർത്ത് കാണിക്കുക, ഭരതവാക്യം ചൊല്ലുക, ധനാശി പാടുക, ഇത് രണ്ടും എന്താ? അവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എവിടെ കാണാം? ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. ദെൻ അടുത്തൊരു ചോദ്യമാണ് PSCയുടെ അല്ലെ, PSCയുടെ അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ഏതാ? വചനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇതില്ലാതെ നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യമില്ല. അറിയാലോ എല്ലാവർക്കും. എന്താ വചനം? വചനം എന്ന് പറഞ്ഞാൽ ഈ ലിംഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പഠിക്കാനില്ല, സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും ചേർത്ത് വെച്ച് പഠിച്ചാൽ മതി. ഈ ലിംഗം പഠിക്കുമ്പോൾ വചനം എന്ന ടോപ്പിക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് എതിർലിംഗ പദങ്ങൾ അല്ലെ, സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നങ്ങ്യാർ, നമ്പ്യാർ, വിദ്വാൻ, വിദുഷി, ഇങ്ങനെ എതിർലിംഗ പദങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ വചനത്തിൽ ഉൾപ്പെടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്, എന്നാൽ ഏറ്റവും സിമ്പിളായ ഒരു സാധനം കൂടിയാണ് വചനം. എന്താ ഈ വചനം? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം അല്ലെ. ഒരു വസ്തു ഒന്നോ അതിലധികമോ. ഈ വചനത്തെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഏകവചനവും ഉണ്ട്, ബഹുവചനവും ഉണ്ട്. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത്. പുസ്തകം, പേന, പെൻസിൽ കഴിഞ്ഞു അല്ലെ. ബഹുവചനാണെങ്കിലോ ഒന്നിലധികം വസ്തുക്കളെ സൂചിപ്പിക്കുന്നത്. ഇതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും. സലിംഗം, അലിംഗം, പൂജക ബഹുവചനം, പൂജക ബഹുവചനം, ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കും. സലിംഗമാണെങ്കിലോ അതിനകത്ത് സ്ത്രീലിംഗം വരാം, പുല്ലിംഗം വരാം, നപുംസകലിംഗം. നപുംസകലിംഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീയുമല്ല പുരുഷനുമല്ല. മരങ്ങളും ചെടികളും കല്ലും പൂക്കളും ഒക്കെ വരുന്നത്, ഇതൊക്കെ ഉൾപ്പെടുന്നത് സലിംഗത്തിലായിരിക്കും. ഇനി അലിംഗത്തിലാണെങ്കിലോ ഇന്നത് സ്ത്രീയാണ്, ഇന്നത് പുരുഷനാണ് എന്ന് നമ്മൾ വേർതിരിക്കാതെ ഇവ ഒന്നിച്ച് പറയുന്നത്. മക്കൾ, ജനങ്ങൾ, കേരളീയർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ആരുണ്ട്? സ്ത്രീയുണ്ട്, പുരുഷനുണ്ട്. ദെൻ പൂജക ബഹുവചനം, ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഈ പൂജക ബഹുവചനം. ഒരു വ്യക്തി ആയിരിക്കും, ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യും? ബഹുമാനത്തോടെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനം ഏത്? ഗുരുക്കൾ, പൂക്കൾ, മരങ്ങൾ, പുസ്തകങ്ങൾ. സിമ്പിളായിട്ട് നമുക്ക് പറയാം അല്ലെ, ഗുരുക്കളാണ്. ഗുരുക്കൾ, സ്വാമികൾ, വൈദ്യർ, അതുപോലെ ദ്രോണർ, പണിക്കർ, അവർകൾ, ഇതൊക്കെ എന്താ? ബഹുമാനാർത്ഥം നമ്മൾ ഒരു വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂജക ബഹുവചനം ഗുരുക്കളാണ്. ഇനി പൂക്കളാണെങ്കിലോ നമ്മൾ പറഞ്ഞു നപുംസകലിംഗം ഒക്കെ വരുന്നത് സലിംഗത്തിലാണ്. മരങ്ങൾ അവിടെ വരുന്നു, പുസ്തകങ്ങൾ അവിടെ വരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ വചനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും. വളരെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വചനം പഠിക്കുമ്പോൾ ലിംഗം അറിഞ്ഞിരിക്കണം. ലിംഗം പഠിക്കുമ്പോൾ സ്ത്രീലിംഗം, പുല്ലിംഗം, ഈ രണ്ടും എതിർലിംഗ പദത്തിൽ നിന്നും ചോദ്യം വരാറുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റപദം അല്ലെങ്കിൽ പര്യായം. നോക്കിക്കേ, ജയിക്കാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപദം ഏത്? പണ്ട് PSCക്ക് താല്പര്യം എവിടെയാ? ഈ കുടുംബത്തോടായിരുന്നു. കാലം മാറുമ്പോൾ മനുഷ്യർക്ക് കുടുംബ ബന്ധങ്ങളോടുള്ള സ്നേഹമൊക്കെ കുറയല്ലേ. അതുപോലെ നമ്മുടെ PSCക്കും ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തു? കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. PSC അതുകൊണ്ട് പുതിയ പാറ്റേണുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കിയേ, ജയിക്കാനുള്ള ആഗ്രഹം. പണ്ട് ചോദിക്കുന്നത് എങ്ങനെയാ? പുത്രന്റെ പുത്രൻ എന്ന തരത്തിലും മകളുടെ ഭർത്താവ്, ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന PSC ഇപ്പൊ മാറി ജയിക്കാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം, കുടിക്കാനുള്ള ആഗ്രഹം, ഈ പരുവത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പൊ ജയിക്കാനുള്ള ആഗ്രഹം എന്താ? ജേതാവ്, വിജയ്, ജിഗീഷ, അതുപോലെ ജിജ്ഞാസ. ജിജ്ഞാസ നമ്മൾ കോമൺ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒന്നാ അല്ലെ. ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്താ? അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ നമുക്കൊരു ജിജ്ഞാസു ആക്കിയാൽ മതി. പറയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു ആണ്. പിന്നെ ജിഗീഷ എന്താണ്? പേര് പോലെ നോക്കാം. വിജയ് എന്ന് പറയുന്നത് വരുമോ? ജയിക്കാനുള്ള ആഗ്രഹം വിജയ് ആണോ? അല്ല. പിന്നെയോ ജേതാവ്, അത് വിജയിച്ചവനാണ് ജേതാവ് അല്ലെ, വിജയിച്ചവൻ. ഇപ്പൊ ഇവിടെ എന്താ ചോദിക്കുന്നത്? ജയിക്കാനുള്ള ഒരാളുടെ ആഗ്രഹമാണ്. അപ്പൊ ഇത്
ജിഗീഷ. ജിഗീഷ. അപ്പൊ ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷയും, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ അവിടെ നമുക്ക് ജിഗീഷോ എന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പഠിക്കാനുള്ള ആഗ്രഹം പിബഡിഷ, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിബഡിഷു. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പര്യായം എടുത്ത് പറഞ്ഞതിന്റെ കാര്യം മറ്റൊന്നുമല്ല, പര്യായങ്ങൾക്ക് ഒരു മാറ്റവും PSC ഒരു കാലത്തും കൊണ്ടുവന്നിട്ടില്ല. ഇനിയും കൊണ്ടുവരാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം എപ്പോഴും നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, കടല്, അതുപോലെ നദി, മരങ്ങള്, പൂക്കള്, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇതിനൊക്കെ പര്യായങ്ങളാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പൊ കുറച്ചുകൂടി എന്ത് ചെയ്യാം, ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സിലബസിലെ 10 ഭാഗങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന വ്യാകരണങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇനി സമയമില്ല. എപ്പോഴാണ് നമുക്ക് പരീക്ഷ വരുന്നതെന്നറിയാലോ, മാർച്ചിലാണ്. അപ്പൊ ഈ പ്രിലിംസ് നേടിയെടുക്കുക എന്നുള്ളത് ഒരു, ശരിക്കും പറഞ്ഞ അതെന്താ, അത് കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിലിംസ് എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ പഠനം ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഇനി ഒരുപാട് ഡൗട്ട് ഉണ്ട്, ഇതിന്റെ ഒന്നും ബേസ് അറിയുന്നില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇനി നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട, നിങ്ങൾ പെട്ടെന്ന് തന്നെ CC ജോയിൻ ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഒരു പുതിയൊരു ബാച്ച്, അതായത് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കാനുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും, വീക്കിലി എക്സാമുകൾ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ മുൻനിർത്തിയും സിലബസിനെ അടിസ്ഥാനമാക്കിയും ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്